കഴിഞ്ഞ ക്ലാസ്സിൽ അന്നിസായിലെ 23-ാമത്തെ വാക്യമാണ് നമ്മൾ വിശദമായി പരിശോധിച്ചത്. അതിനകത്ത് നിക്കാഹ് നടത്തുന്നത് നിഷിദ്ധമായ സ്ത്രീകളുടെ ലിസ്റ്റാണ് അവതരിപ്പിക്കുന്നത്. നിക്കാഹ് എന്നതിന് വിവാഹം എന്നാണ് ബ്രാക്കറ്റിട്ട് പരിഭാഷകർ അർത്ഥം കൊടുത്തിട്ടുള്ളതെങ്കിലും ഖുർആനിൽ പറയുന്ന നിക്കാഹ് പലപ്പോഴും വിവാഹമല്ല, അത് കേവലം ലൈംഗിക ബന്ധത്തെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കാണാം. മാത്രമല്ല, ഖുർആനിൽ വിവാഹം എന്ന് പറയുന്നൊരു സമ്പ്രദായം തന്നെ സെക്സ് ചെയ്യൽ എന്ന അർത്ഥത്തിൽ മാത്രമാണ് പലയിടത്തും ഉപയോഗിച്ചിട്ടുള്ളതായി നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞിട്ടുള്ളത്. വിവാഹം ചെയ്യാൻ പാടില്ലാത്ത സ്ത്രീകളുടെ ലിസ്റ്റ് അമ്മ, മകള്, സഹോദരിമാർ, അമ്മായിമാർ, മൂത്തമ്മമാർ, ഇളയമ്മമാർ, അങ്ങനെ ലിസ്റ്റ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മുലകുടി ബന്ധത്തിലുള്ള രക്തബന്ധുക്കൾ എന്ന് ഒരു വിഡ്ഢിത്തം കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. അതേക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് സംസാരിച്ചത്. ഇത് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ലോകത്ത് വളരെ വലിയൊരു ചർച്ചാ വിഷയമായി വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഫിഖ് സുന്നയിൽ 10-15 പേജ് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇതേ വിഷയത്തിൽ ഇതേ ഗ്രന്ഥത്തിൽ ഈ മുലകുടി ബന്ധം എന്തുകൊണ്ടാണ് വിവാഹം നിഷിദ്ധമാകുന്ന കാര്യത്തിൽ ഉൾപ്പെടുത്തിയത് എന്നതിൻ്റെ യുക്തി വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ വൈകാരികമായ യുക്തി, അതിൻ്റെ ശരീരശാസ്ത്രപരമായ യുക്തി, അതിൻ്റെ മറ്റു മനഃശാസ്ത്രപരമായ യുക്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ യുക്തി അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഉണ്ടാവാൻ കാരണമായ യുക്തി അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്, മുല കുടിക്കുന്ന ഒരു കുട്ടിക്ക് മുല കുടിക്കുന്നതോടുകൂടി ആ അമ്മയുമായിട്ട് വളരെയധികം വൈകാരികമായ ഒരു ബന്ധമുണ്ടാകുമെന്നും ആ ബന്ധം കാരണം പിന്നീട് അവർ തമ്മിൽ രക്തബന്ധമായിട്ടത് മാറുമെന്നും അതുകൊണ്ട് ആ രക്തബന്ധത്തിലുള്ള ആളുകളുമായിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് വിവാഹബന്ധത്തിനെ അത് ബാധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഉരുളലാണ് നടക്കുന്നത്. ഒരു സ്ത്രീ ഒരു കുട്ടിക്ക് 2 വയസ്സ് വരെ മുല കൊടുത്ത് ആ കുഞ്ഞിനെ വാത്സല്യപൂർവ്വം വളർത്തുന്ന സമ്പ്രദായമല്ല ഈ മുലകുടി സമ്പ്രദായം എന്ന് പറയുന്നത്. മുല കൊടുക്കുന്ന സ്ത്രീകൾ വാടകയ്ക്ക് മുല കൊടുത്തിട്ട് പോവുകയാണ്. ചിലപ്പോൾ ഒരു സ്ത്രീ 10 ദിവസം മുല കൊടുത്തിട്ട് പോകും, വേറൊരു സ്ത്രീ വന്നിട്ട് വേറെ 10 ദിവസം മുല കൊടുക്കും. അങ്ങനെ പല സ്ത്രീകൾ മാറി മാറി കുട്ടികൾക്ക് മുല കൊടുത്തു പോകുന്നത് ഈ വാടകയ്ക്ക് മുല കൊടുത്തു പോകുന്ന ഈ സ്ത്രീകളുമായിട്ട് ഈ കുട്ടികൾക്ക് എന്ത് വൈകാരിക ബന്ധം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെ വൈകാരിക ബന്ധം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇതേ പുസ്തകത്തിൽ ഇപ്പോൾ ഇതുവരെ നമ്മൾ വായിച്ച കാര്യങ്ങൾ വെച്ച് ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് നിങ്ങൾക്ക് രണ്ടാക്കും ഞാൻ മുല തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ സ്ത്രീയെ ഇവർ തിരിച്ചറിയുന്ന പോലുമില്ല. പിന്നെ ആ സ്ത്രീയോട് എന്ത് വൈകാരിക ബന്ധമാണ് ഇവർക്കുള്ളത്? ഉമർ തൻ്റെ ഈ നിയമത്തിൽ കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരാൻ കാരണം നുണ പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് പറ്റിക്കാൻ പറ്റും എന്നതുകൊണ്ടാണ്. അപ്പോൾ നുണ പറഞ്ഞ് പറ്റിക്കാൻ പറ്റണമെങ്കിൽ അങ്ങനെ ഒരു വൈകാരിക ബന്ധമോ ആ വ്യക്തികൾ തിരിച്ചറിയുക പോലുമോ ഇല്ല എന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് ഞാൻ കുട്ടിക്കാലത്ത് നിനക്ക് മുല വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയെ നമ്മൾ തിരിച്ചറിയുക പോലുമില്ല. പ്രായപൂർത്തിയായ ഒരു കുട്ടിയും അങ്ങനെ ഒരു സ്ത്രീയെ തിരിച്ചറിയുക പോലും ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു സ്ത്രീയും ഈ കുട്ടികളും തമ്മിൽ മുലപ്പാൽ കുടിച്ചു എന്നതിൻ്റെ പേരിൽ എന്ത് വൈകാരിക ബന്ധം ഉണ്ടാകാൻ പോകുന്നത്? ഫിഖ് സുന്നയിൽ അവളുടെ ഭ്രൂണത്തിൽ അവളുടെ രക്തത്തിൽ നിന്നാണ് ശിശു കരുപ്പിടിപ്പിക്കുന്നത്. പിന്നീട് അവളുടെ സ്തന്യമാഹരിച്ചു തന്നെ അത് വളരുന്നു. ശിശു ഓരോ പ്രാവശ്യവും സ്തന്യം ഈമ്പുമ്പോഴും അവൾക്ക് അവനോടുള്ള സ്നേഹവാത്സല്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ശിശുവാകട്ടെ ഈ ലോകത്ത് ആദ്യമായി സ്നേഹിക്കുന്നത് തൻ്റെ മാതാവിനെയാണ്. ഈ സ്നേഹബന്ധമൊന്നും 4 ദിവസമോ 5 ദിവസമോ വാടകയ്ക്ക് മുല കൊടുത്ത ഒരു സ്ത്രീയുമായിട്ടും ഒരു കുട്ടിക്കും ഉണ്ടാവാൻ പോകുന്നില്ല. അതേസമയത്ത് മദ്ഹബ് പണ്ഡിതന്മാർ ഇതിന് പറഞ്ഞിട്ടുള്ള ന്യായം 2 വർഷം മുല കൊടുത്ത് വാത്സല്യപൂർവ്വം വളർത്തി ഉണ്ടാക്കുന്ന കുട്ടികൾ എന്ന അർത്ഥത്തിലൊന്നുമല്ല. മുലപ്പാൽ 5 തവണ മുലപ്പാൽ ഇമ്പി കുടിച്ചാൽ ആ 5 തവണത്തെ പാല് വയറ്റിലായാൽ തന്നെ ഇതിൽ പറയുന്ന മഹറമായി വിവാഹബന്ധം നിഷിദ്ധമാകുന്ന ബന്ധമായി മാറി എന്നാണ്. അപ്പോൾ മുലപ്പാൽ വയറ്റിലാവുക എന്നതാണ് സാങ്കേതികമായി ഇതിൻ്റെ ഒരു ന്യായമായി പറയുന്നത്. 5 തവണ മുലപ്പാൽ വയറ്റിലായാൽ ആ സ്ത്രീയുമായിട്ട് വൈകാരിക ബന്ധമുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ ഈ കാലത്ത് ഈ മാതിരി വഷളത്തരം മനുഷ്യൻ്റെ മുമ്പിൽ പറയാൻ ലജ്ജയില്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി ഇതേ പുസ്തകത്തിൽ മുലകുടിയെ ബന്ധത്തിനുള്ള ഉപാധികളിൽ ഏർപ്പെടുത്തിയതിലൂടെ ബന്ധുവൃത്തം വിപുലീകരിക്കുക എന്ന മഹത്തായ ഒരു അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. കൂടാതെ മുല കുടിച്ചവൻ്റെ ശരീരത്തിൻ്റെ ഒരംശം മുലപ്പാലിൻ്റെ സൃഷ്ടിയത്രേ. സ്വന്തം മാതാവിൽ നിന്ന് എന്ന പോലെ മുലപ്പാൽ നൽകിയവളിൽ നിന്നും ശിശു ചില സ്വഭാവ ഘടനകൾ പൈതൃകമായി സ്വീകരിക്കുന്നു. എന്തൊരു അസംബന്ധമാണ് എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൊക്കെ ഇവിടെ സംഖ്യകൾ പറയുന്നത് മാതിരി പോത്തിൻ്റെ ഇറച്ചി തിന്നാൽ പോത്തിൻ്റെ സ്വഭാവം ഉണ്ടാവും എന്ന് പറയുന്ന അതേ മണ്ടത്തരമാണ് എഴുതി വെച്ചിട്ടുള്ളത്.
ഇനി ഇങ്ങനെ പാലകത്ത് എന്നാൽ ആ പാലിൻ്റെ ഉടമസ്ഥയായ സ്ത്രീയോട് വൈകാരിക ബന്ധം ഉണ്ടാകുമെങ്കിൽ നമ്മളും നമ്മളെ കുട്ടികളുമൊക്കെ എത്രമാത്രം പശുവിൻ പാലും എരുമപ്പാലും ഒക്കെ കുടിച്ചിട്ടാണ് ഇവിടെ വളരുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ രാവിലെ എഴുന്നേറ്റാലും മിൽമ പാല് വാങ്ങിയിട്ടാണ് ചായ കാച്ചി കുടിക്കുന്നതും പാല് കുടിക്കുന്നതുമൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ഈ മിൽമ കമ്പനിയിലേക്ക് പാല് ചുരത്തി കൊടുക്കുന്ന പശുക്കളും എരുമകളും ഒക്കെ ഇത് കുടിക്കുന്നവരുമായിട്ടും ഈ പാല് ഒഴിച്ച് ചായ കുടിക്കുന്നവരുമായിട്ടും വൈകാരിക ബന്ധം അങ്ങനെ ഉണ്ടാവുകയാണ് ഈ പാല് കുടിക്കുന്നതിലൂടെ. എന്നിട്ട് ഈ പശുക്കളും എരുമകളൊക്കെ നമ്മുടെ ഉമ്മമാരായി മാറുകയാണ്. ഈ പശുവിൻ്റെയും പോത്തിൻ്റെയും പാലിലുള്ള അതേ സാധനങ്ങളൊക്കെ തന്നെയാണ് മനുഷ്യൻ്റെ പാലിലുള്ളത്. ഈ രണ്ട് പാലും കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അതിനകത്തുള്ള ഘടകങ്ങൾ സാധനം സെയിമാണ്. എല്ലാ ജന്തുക്കളുടെയും പാലിൽ ഏകദേശം ഒരേ ഘടന തന്നെ ഉള്ളത്. അതിനകത്ത് വൈകാരികതയൊന്നുമില്ല. വൈകാരികത ഉണ്ടാകുന്നത് പാല് അകത്ത് ചെല്ലുമ്പോഴല്ല, വൈകാരികത ഉണ്ടാകുന്നത് ഒരുമിച്ച് സ്നേഹവും വാത്സല്യവും പങ്കിട്ട് അമ്മയും മക്കളും അച്ഛനും ഒക്കെ ഒരുമിച്ച് കുറേ കാലം ജീവിക്കുമ്പോഴാണ്. ആ വൈകാരിക ബന്ധം ഉണ്ടാവാൻ നിങ്ങളീ പറയുന്ന പാല് കുടിക്കണം എന്നില്ല. പശുവും പാല് കൊടുത്ത് വളർത്തിയാലും അമ്മയുമായിട്ടാണ് വൈകാരിക ബന്ധം ഉണ്ടാവുക, അല്ലാതെ ആ പശുവായിട്ടല്ല. ആ പശു ഏതാണെന്ന് ഈ കുട്ടി അറിയാൻ പോലും പോകുന്നില്ല. അതേസമയത്ത് വാത്സല്യപൂർവ്വം വളർത്തിയ ഒരു അമ്മയുമായിട്ട് വൈകാരിക ബന്ധം ഉണ്ടാവും. ഇനി ആ അമ്മ പ്രസവിച്ച കുട്ടിയല്ല എങ്കിൽ പോലും പ്രസവിച്ചതിന് ശേഷം വേറൊരു സ്ത്രീയാണ് വളർത്തുന്നതെങ്കിൽ ആ വളർത്തമ്മയോടായിരിക്കും ആ കുട്ടിക്ക് വൈകാരിക ബന്ധം ഉണ്ടാവുക. പ്രസവിച്ച് മരിച്ചുപോയ ആ സ്ത്രീയെ കുട്ടി തിരിച്ചറിയ പോലുമില്ല, അല്ലെങ്കിൽ ഓർക്കുക പോലുമില്ല. അതുപോലെ തന്നെയാണ് ദത്തെടുത്ത് വളർത്തുന്നവരുടെ കാര്യവും. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ദത്തെടുത്ത് ഒരു കുടുംബം വളർത്തുകയാണെങ്കിൽ ആ ദത്തെടുത്ത് വളർത്തുന്ന അച്ഛനോടും അമ്മയോടും ആയിരിക്കും ആ കുട്ടിക്ക് വൈകാരികമായ ബന്ധം ഉണ്ടാവുക. കാരണം അവരാണ് ആ കുട്ടിയെ സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം വളർത്തുന്നത്. ആ വൈകാരിക ബന്ധങ്ങൾക്ക് ഈ മതം ഒരു വിലയും കൽപ്പിക്കുന്നില്ല. മറിച്ച് ഈ പാല് വയറ്റിലായി എന്ന വെറും സാങ്കേതികത്വത്തിൻ്റെ പേരിലാണ് ഇവിടെ വിവാഹബന്ധമൊക്കെ മുടക്കുന്ന തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന് പറയുകയും എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ എഴുതി പിടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. മിൽമ പാല് കുടിക്കുന്നവർക്കൊക്കെ ഈ മിൽമയിൽ പാല് കൊടുക്കുന്ന പശുവിനോടും എരുമയോടും ഒക്കെ വൈകാരിക ബന്ധം ഉണ്ടാകുമോ? ഈ പശു എരുമയൊക്കെ ഈ മിൽമ പാല് കുടിക്കുന്നവരുടെ അമ്മമാരാകുമോ? അങ്ങനെയാണെങ്കിൽ സംഘികൾ ഇവിടെ പറയുന്നത് പോലെ പശു നമ്മുടെ അമ്മയാണ് എന്ന് പറയുന്നത് ഇസ്ലാമികമായി ശരിയാണ് എന്ന് വരും. അപ്പോൾ നമ്മളൊക്കെ പോത്തുകളും മുരികളുമായി മാറും. ഈ മാതിരി വൃത്തികേടുകളാണ് എഴുതി വച്ചിട്ടുള്ളത്. എന്നാൽ ഇത് അടിസ്ഥാനപരമായി എന്താണ് ഇതിൻ്റെ ചരിത്രപരമായ കാരണം, അത് പരിശോധിക്കാൻ ഒരിക്കലും ഒരു മതവിശ്വാസി തയ്യാറാവില്ല. കാരണം ഈ പൊട്ടക്കുഴിയിൽ പെറ്റു വീണവർക്ക് ആ പൊട്ടക്കുഴിയിൽ നിന്ന് അവർ കണ്ടും കേട്ടും പഠിച്ച കാര്യങ്ങൾ ശരിയാണെന്ന് ചെരുപ്പിനനുസരിച്ച് കാല് ചെത്തുന്ന ഏർപ്പാടല്ലാതെ, ന്യായീകരണമല്ലാതെ പൊട്ടക്കിണറ്റിൻ്റെ പുറത്ത് കയറിയിട്ട് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാനോ എന്തായിരിക്കാം ഇതിൻ്റെ ചരിത്രപരമായ കാരണമെന്ന് അന്വേഷിക്കാനോ ഇവരൊരിക്കലും തയ്യാറാവില്ല. അതിൻ്റെ കാരണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. അത് ആ കാലഘട്ടത്തിലെ ഒരു ഗോത്ര സമ്പ്രദായമായിരുന്നു. ആ സമ്പ്രദായത്തിലൂടെ വെളിവാകുന്നത് അന്നത്തെ സ്ത്രീ പുരുഷ ബന്ധത്തിനകത്തുള്ള അശാസ്ത്രീയതകളും പ്രാകൃതത്വമാണ്. അന്ന് സ്ത്രീയെ വെറും ലൈംഗിക ഉപകരണമായി കണ്ടിരുന്ന ആ കാലത്ത് സ്ത്രീകൾ വാടകയ്ക്ക് സെക്സ് കൊടുക്കുകയും വാടകയ്ക്ക് പെറ്റു കൊടുക്കുകയും വാടകയ്ക്ക് മുല കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കുത്തഴിഞ്ഞ ജീവിതമാണെന്ന്. ഇന്നത്തെ പോലുള്ള ഒരു കുടുംബം സെറ്റിൽ ചെയ്തുകൊണ്ടുള്ള ജീവിതം തന്നെ ആ നാടോടികളായ അറബികൾക്കുണ്ടായിരുന്നില്ല. മുഹമ്മദ് പോലും അത്തരത്തിൽ കുത്തഴിഞ്ഞ ഒരു സന്തതിയായി വളർന്നവനാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് അനാഥത്വത്തിൽ വളരേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ മുഹമ്മദിന് സ്നേഹവും വാത്സല്യവും കിട്ടാത്തതിൻ്റെ ഈ മനോവൈകൃതങ്ങളൊക്കെ ഉണ്ടാവാനുള്ള മനഃശാസ്ത്രപരമായ കാരണവും അങ്ങനെ വിലയിരുത്തിയ മനഃശാസ്ത്രജ്ഞന്മാർ വരെയുണ്ട്. ഒരു ശരിയായ അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹവും വാത്സല്യവും കിട്ടാതെ വളരുകയും താൻ അനാഥനായി പോയല്ലോ എന്നതിലുള്ള അപകർഷത പേറുകയും അതുമൂലം സമൂഹത്തിൽ നിന്ന് ചില അവഹേളനങ്ങളും അപകർഷതയും ഒക്കെ നേരിടുകയും ചെയ്തപ്പോൾ അതിനോടുള്ള വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു മുഹമ്മദിനെ ഇത്തരത്തിലുള്ള ഒരു ക്രൂര വിനോദത്തിന് പ്രേരിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനഃശാസ്ത്രപരമായിട്ട് കണ്ടെത്താം. മുഹമ്മദിൻ്റെ അമ്മ പ്രസവിച്ച് കുട്ടിയെ ഉപേക്ഷിക്കുകയും വേറെ 5-8 സ്ത്രീകൾ മാറി മാറി മുല കൊടുക്കുകയും ചെയ്തു എന്നാണ് മുഹമ്മദിൻ്റെ ചരിത്രത്തിലുള്ളത്. കാരണം അതൊരു വാടകപ്രസവമായിരുന്നു എന്നത് തന്നെയാണ്. അതാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇതൊക്കെ മോശമാണെന്നും ലോകാവസാനം വരെ നിലനിൽക്കേണ്ടത് ഇതൊന്നും അല്ല എന്നും ഒരു സാമാന്യമായി മനുഷ്യർക്ക് വൈകാരികമായ കുടുംബ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വേണ്ട കുടുംബവും ബന്ധവും ഇതൊന്നും അല്ല എന്നും അന്ന് മുഹമ്മദിന് തിരിച്ചറിയാൻ കഴിയാതെ പോയത് മുഹമ്മദ് ജീവിച്ച ചുറ്റുപാട് അങ്ങനെ ആയതുകൊണ്ടാണ്.
പക്ഷേ ലോകാവസാനം വരേക്ക് മനുഷ്യർക്ക് ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി ആകാശത്തുനിന്ന് കിതാബ് കൊടുത്തയച്ച ഒരു ദൈവം ഈ മാതിരി വിഡ്ഢിത്തങ്ങളും വഷളത്തരങ്ങളും പുസ്തകത്തിൽ എഴുതി വെക്കുമോ എന്നാണ് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ വിശ്വാസികൾ ചിന്തിക്കേണ്ടത്. ഇതാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് 24-ാമത്തെ വാക്യമാണ് പരിശോധിക്കാനുള്ളത്. ഖുർആനിലെ ഏറ്റവും കുപ്രസിദ്ധമായ വാക്യങ്ങളിൽ ഒന്നാണത്. ആയിരക്കണക്കിന് ആളുകളെ ഈ വിശ്വാസത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കാരണമായിട്ടുള്ള വാക്യമാണത്. ഈ മതത്തെ അതിരൂക്ഷമായി വിമർശിക്കേണ്ടതുണ്ട് എന്ന് എന്നെപ്പോലെ പലരും തീരുമാനിക്കാൻ കാരണമായ ഏറ്റവും അധാർമികത മുഴച്ചു നിൽക്കുന്ന ഒരു വൃത്തികെട്ട വാക്യമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഖുർആനിലെ 24-ാമത്തെ വാക്യം. അത് ഈ 23-ൻ്റെയും 22-ൻ്റെയും തുടർച്ച തന്നെയാണ്. വിവാഹം നിഷിദ്ധമായ സ്ത്രീകളുടെ ലിസ്റ്റ് തന്നെയാണ് ആ വാക്യത്തിലും തുടരുന്നത്. ആ വാക്യം ഞാൻ കേൾപ്പിക്കാം, അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. والمحصنات من النساء إلا ما ملكت أيمانكم كتاب الله عليكم وأحل لكم ما وراء ذلكم أن تبتغوا بأموالكم محصنين غير مصافحين فما استمتعتم به منهن فآتوهن أجورهن فريضة ولا جناح عليكم فيما تراضيتم به من بعد الفريضة إن الله كان عليما حكيما. മറ്റൊരു വിവാഹബന്ധത്തിലിരിക്കുന്ന സ്ത്രീകളും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഇവിടെ പരിഭാഷകരെല്ലാം ഒരുപാട് തരികിട കാണിച്ചിട്ടുണ്ട്. വൽ മുഹ്സനാത്തു മിനൻ നിസായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളിൽ നിന്ന് മുഹ്സനാത്തായ സ്ത്രീകൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ മുഹ്സനാത്ത്? ആ മുഹ്സനാത്ത് എന്താണ് എന്ന് അറബി ഭാഷാർത്ഥം വെച്ചുകൊണ്ട് ഖുർആൻ്റെ പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. മുഹ്സനാത്തായ സ്ത്രീകൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ്, അടിമ സ്ത്രീകൾ ഒഴികെ. അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച നിയമമാണ് ഇത്. ഇവർക്ക് പുറമേയുള്ള സ്ത്രീകളെ നിങ്ങൾ ധനം നൽകി ആഗ്രഹിക്കുന്നത് അനുവദിച്ചു തന്നിരിക്കുന്നു. എന്നാൽ നിങ്ങൾ വൈവാഹിക ജീവിതം ഉദ്ദേശിക്കുന്നവരാവണം, വ്യഭിചാരികളാവരുത്. അവിടെയും അർത്ഥം തരികിടയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. മുഹ്സിനീന ഗൈറ മുസാഫിഹീൻ എന്നാണ് പറഞ്ഞത്. മുഹ്സിനീനായിട്ടായിരിക്കണം, മുസാഫിഹീനായിട്ടായിരിക്കരുത് എന്നാണ്. ഈ മുഹ്സനും മുസാഫിഹും എന്താണ് എന്നറിഞ്ഞാൽ ഇവിടെയൊക്കെ പരിഭാഷ കൊടുത്തിട്ടുള്ളതിലെ തരികിട നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ മുഹ്സനായിരിക്കണം, മുസാഫിഹായിരിക്കരുത്. അങ്ങനെ ആ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ സുഖമനുഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിശ്ചയിച്ച മഹർ കൊടുക്കണം. എന്നാൽ മഹറിൻ്റെ സംഖ്യ നിർണയിച്ച ശേഷം നിങ്ങൾ പരസ്പരം ആലോചിച്ച് തൃപ്തിപ്പെട്ട് തീരുമാനമെടുക്കുന്ന പക്ഷം നിങ്ങൾക്കതിൽ കുറ്റമൊന്നുമില്ല. അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാണ് നിശ്ചയം. ഈ ആയത്തിൽ എന്താണ് പറയുന്നത് എന്ന കാര്യം ഇത് വായിക്കുന്ന വിശ്വാസികൾ അറിയരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ലോകത്തുള്ള മുഴുവൻ സുന്നി മതപണ്ഡിതന്മാരും കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഷിയാക്കൾ ഈ ആയത്തിന് നൽകുന്ന അർത്ഥം കുറേ കൂടി സത്യസന്ധമാണ്. ഷിയാക്കൾ ഈ ആയത്തിന് പേര് തന്നെ വിളിക്കുന്നത് ആയത്തുൽ മുത്അ എന്നാണ്. ഇത് മുത്അ പറയുന്ന ആയത്താണ് എന്നാണ് ഷിയാക്കൾ മാത്രമല്ല ആദ്യകാലത്തെ മുഫസ്സിറുകളിൽ പലരും പറഞ്ഞു വച്ചിട്ടുള്ളത്. എന്താണ് മുത്അ? അതൊക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ വാക്യം മുത്അയുടെ വാക്യമാണ് എന്ന് അറിയപ്പെടുന്നത്? ഇതൊക്കെ നമുക്ക് പരിശോധിക്കാം. ഇവിടെ വിവാഹബന്ധത്തിലിരിക്കുന്ന സ്ത്രീകൾ നിങ്ങൾക്ക് വിവാഹം ചെയ്യൽ നിഷിദ്ധമാണ് എന്നാണ് പരിഭാഷകരെല്ലാം അർത്ഥം കൊടുത്തിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല. മുഹ്സനാത്തായ സ്ത്രീകൾ നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ പാടില്ലാത്തവരാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ മുഹ്സനാത്തായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ചാരിത്രം ആഗ്രഹിക്കുകയും ചാരിത്രം സൂക്ഷിക്കുകയും ചെയ്യുന്ന സ്വതന്ത്രരായ വിശ്വാസി സ്ത്രീകൾ എന്നാണ് അർത്ഥം. അത്രയേ ഉള്ളൂ അതിനർത്ഥം. അത് സ്വാഭാവികമായും ഭർത്തൃമതികളായ സ്ത്രീകൾ
ആവാം എന്നതുകൊണ്ടും തുടർന്ന് അടിമ സ്ത്രീകൾ ഒഴികെ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിനെ കൂടി വെള്ളപൂശാൻ ആവശ്യമായതുകൊണ്ടുമാണ് ഇതിനെ ഭർത്താവുള്ള സ്ത്രീകൾ എന്ന് ഇവരർത്ഥം കൊടുത്തിട്ടുള്ളത്. ഭർത്താവുള്ള സ്ത്രീകൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ്, അടിമ സ്ത്രീകൾ ഒഴികെ എന്നാണ് ഇപ്പോൾ ഇതിന് വ്യാഖ്യാതാക്കളെല്ലാം നൽകുന്ന അർത്ഥം. നമുക്ക് അങ്ങനെയാണ് എന്ന് തന്നെ വെക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് എത്രമാത്രം ധാർമ്മികമാണ് എന്ന് സാമാന്യമായ ഒരു മനുഷ്യത്വത്തിൻ്റെ അളവുകോൽ വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ മതി. ഭർത്താവുള്ള സ്ത്രീകളെ വേറൊരാൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ അതിൻ്റെ കൂടെ അടിമ സ്ത്രീകൾ ഒഴികെ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മലക്കത്ത് അയ്മാനിക്കുന്ന പറയുന്നത് നിങ്ങളുടെ വലങ്കൈകൾക്ക് ഉടമപ്പെട്ടാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവനവൻ്റെ കീഴിലുള്ള അടിമ സ്ത്രീകൾക്ക് വേറെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഈ ഉടമകളായ ആളുകൾക്ക് ആ അടിമ സ്ത്രീകൾ സെക്സ് ചെയ്യാൻ അനുവദനീയമാണ്. ആരാത് പറയുന്നത്? പ്രപഞ്ച സൃഷ്ടാവായ പടച്ചോൻ. ആരോടാണിത് പറയുന്നത്? ലോകാവസാനം വരെ ഇവിടെ ധാർമ്മിക ജീവിതം നയിക്കേണ്ട മനുഷ്യരോട് പറയുന്ന ധാർമ്മിക ഉപദേശമാണിത്. ഈ ഒരൊറ്റ വാചകം പോലെ ഈ പുസ്തകം എവിടെ നിന്നിറങ്ങി എന്നറിയാൻ ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ ആദ്യമായി ഖുർആൻ പരിഭാഷ വായിക്കുമ്പോൾ ആദ്യം പൊട്ടിച്ചിരിച്ച് വിളക്ക് കെട്ടതൊക്കെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ഖുർആൻ എടുത്തിട്ട് നിലത്തേക്ക് എറിഞ്ഞത് ഈ ആയത്ത് വായിച്ചപ്പോഴാണ്. എന്നിട്ട് എണീറ്റ് പോയി പിന്നെ കിണറ്റിൽ പോയി വെള്ളമൊക്കെ മുക്കി കുറച്ച് തണുത്ത വെള്ളമൊക്കെ എടുത്ത് മുഖം കഴുകി കുടിച്ച് ശരീരമൊക്കെ ഒന്ന് തണുത്തിട്ട് രണ്ടാമത് വന്നിട്ട് പിന്നെ എറിഞ്ഞ സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് വീണ്ടും വായിക്കുക ചെയ്തത്. കാരണം സഹിക്കാൻ പറ്റില്ല ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ. എനിക്ക് സഹിക്കാൻ പറ്റാതിരുന്നത് കാരണം എൻ്റെ ധാർമ്മിക ബോധം ഒരു 18 വയസ്സായ ഈ ലോകത്ത് ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു സാധാരണ കുട്ടിയുടെ മനസ്സിലുള്ള ധാർമ്മിക ബോധവുമായിട്ട് അത്രമാത്രം പൊരുത്തക്കേടുതൽ കണ്ടതുകൊണ്ടാണ് എനിക്ക് ആത്മരോഷം ഉണ്ടായത്. ആ ആത്മരോഷം കാരണമാണ് ഞാൻ അറിയാതെ ഈ സാധനം എടുത്ത് വലിച്ചെറിഞ്ഞു പോയത്. ആ ആത്മരോഷത്തിന് ഇന്നും എൻ്റെ മനസ്സിൽ ഒരു കുറവും വന്നിട്ടില്ല. ഇതൊക്കെ പടച്ചോൻ എഴുതിയതാണ് എന്ന് പറയുന്ന ആ വിശ്വാസത്തോടാണ് ഞാൻ ഈ ഏറ്റുമുട്ടുന്നത്. ഇത് വിശ്വസിക്കാൻ വിധിക്കപ്പെട്ട പാവം മനുഷ്യരോടല്ല. കാരണം അവരൊക്കെ ഈ ഒരു ചളിക്കുണ്ടിൽ ഈ ഒരു പൊട്ടക്കിണറ്റിൽ പെറ്റുവീണവരാണ്. അതുകൊണ്ട് ആ പൊട്ടക്കിണറ്റിലുള്ള ഇരുട്ടും ചളിയുമാണ് സത്യമെന്ന് വിശ്വസിക്കാൻ വിധിക്കപ്പെട്ട പാവങ്ങളാണ്. അവരെ അതിൽ നിന്ന് മോചിപ്പിച്ചിട്ട് കാറ്റും വെളിച്ചമുള്ള വേറെ ലോകമുണ്ട് എന്നും ഇതൊന്നുമല്ല സത്യമെന്നും ബോധ്യപ്പെടുത്തുക എന്ന ഒരു ധാർമ്മിക ചുമതല എൻ്റെ ജീവിത ലക്ഷ്യമായി ഞാൻ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം ഇതുപോലുള്ള വഷളത്തരങ്ങൾ വായിച്ചതുകൊണ്ടാണ്. ഇത് വിശ്വസിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരിവിടെ ഉണ്ട് എന്നും അതിലെൻ്റെ സഹജീവികൾ മാത്രമല്ല എൻ്റെ കൂടപ്പിറപ്പുകളും എൻ്റെ ബന്ധുക്കളും എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർ മുഴുവൻ അതിൽ ഉൾപ്പെടുന്നു എന്നതുകൊണ്ടാണ് ഞാൻ ഇതൊരു ധാർമ്മിക ബാധ്യതയായി ഏറ്റെടുത്തത്. ഇത് പടച്ചോൻ ഇറക്കിയതല്ല എന്ന് വിളിച്ചു പറയേണ്ടത് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എൻ്റെ ചുമതലയാണ് എന്ന ബോധ്യമാണ് എന്നെ ഈ രംഗത്തെത്തിച്ചത്. അതിനൊക്കെ കാരണമായ ഖുർആനിലെ ആയത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരായത്താണിത്. ഇനി നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇവിടെ 2 വൃത്തികേടുകളാണ് ഈ ആയത്തിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന്, അടിമഭോഗം. ഭർത്താവുള്ള അടിമപ്പെണ്ണിനെ പോലും ഉടമയ്ക്ക് ഭോഗിക്കാമെന്ന് പറയുന്ന വഷളത്തരം ഇതിനകത്ത് പറയുന്നു. രണ്ടാമത്തെ വഷളത്തരം ഇതിനകത്ത് പൈസ കൊടുത്ത് പ്ലഷർ സെക്സിനുള്ള അനുവാദം നൽകുന്നു. എന്ന് വെച്ചാൽ ഇസ്ലാമിക് പ്രോസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ തന്നെയാണ് അതിനെ പറയേണ്ടത്. ഇസ്ലാമിക് പ്രോസ്റ്റിറ്റ്യൂഷൻ, ഹലാലായ പ്രോസ്റ്റിറ്റ്യൂഷൻ. ഒരു ഉളുപ്പും ഇല്ലാതെ അത് ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു. ഈ 2 വൃത്തികേടുകൾ ഉള്ളതുകൊണ്ടാണ് ഈ വാക്യം ഈ കാലത്ത് മനുഷ്യരുടെ മുമ്പിൽ പറയാൻ പറ്റാത്തതാണ് എന്ന് മനസ്സിലാക്കി അർത്ഥം മാറ്റിയും വ്യാഖ്യാനങ്ങൾ മാറ്റിയും വ്യാഖ്യാതാക്കൾ പല തരികിടകളും ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത്. ഈ സൂക്തത്തിൻ്റെ അർത്ഥം ശരിക്ക് ആരും കൊടുത്തിട്ടില്ല. ഒരു വ്യാഖ്യാതാവും ഒരു അറബിക് തഫ്സീറുകാർ പോലും ഇതിൻ്റെ ശരിയായ അർത്ഥം കൊടുത്തിട്ടില്ല. ശരിയായ അർത്ഥം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളും ആ വാക്കുകളുടെ ശരിയായ അർത്ഥവും എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയാലേ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. ഇതിൽ ഈ പറയുന്ന 2 കാര്യങ്ങളിൽ ആദ്യം പറഞ്ഞ കാര്യം ഭർത്താവുള്ള സ്ത്രീകൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ് പക്ഷേ അടിമ സ്ത്രീകൾ ഒഴികെ എന്ന് പറഞ്ഞതിൻ്റെ സന്ദർഭം, ഇങ്ങനൊരു ആയത്ത് അവതരിച്ചതിൻ്റെ സന്ദർഭം വാഹിദിയുടെ തഫ്സീറിലും മറ്റു അനേകം വ്യാഖ്യാനങ്ങളിലും ബുഖാരിയുടെ അടക്കം ഹദീസിലും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓൺ ദ ഡേ ഓഫ് ഹുനൈൻ ദ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് സെൻഡ് an army to Autas. This army met the enemy in a battle, defeated them and captured many female prisoners from them. But some of the companions of the messenger of Allah
were uncomfortable about having physical relations with these prisoners because they had husbands who were idolaters. And so Allah revealed this. ഔത്താസ് യുദ്ധത്തിൻ്റെ സമയത്ത്, അതായത് ഹുനൈൻ യുദ്ധത്തിൻ്റെ സമയത്ത്, ആ യുദ്ധം കാര്യമായ സംഘട്ടനമൊന്നുമില്ലാതെ ഏകപക്ഷീയമായി ആ ഗോത്രം മുഴുവൻ കീഴടങ്ങിയപ്പോൾ അതിലുണ്ടായിരുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ ഒരുമിച്ച് അടിമകളായിട്ട് ഇവർ പിടിച്ചു. അങ്ങനെ അടിമകളായി പിടിച്ച സമയത്ത് ആ യുദ്ധപ്പറമ്പിൽ വെച്ച് തന്നെ ആ പിടിച്ച പെണ്ണുങ്ങളെ ഭോഗിക്കാൻ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ ആഗ്രഹിച്ചു. പക്ഷേ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ അന്നത്തെ കാട്ടറബികളാണെങ്കിൽ പോലും അവരിൽ ചിലർക്ക് ഭർത്താക്കന്മാരുള്ള സ്ത്രീകളെ, അങ്ങനെ ഭർത്താക്കന്മാരെയും തടവുകാരായി കൂടെ പിടിച്ച സ്ഥിതിക്ക്, അവർ ജീവിച്ചിരിക്കുന്ന സ്ഥിതിക്ക് നമ്മളിത് ചെയ്യുന്നത് ശരിയാണോ എന്ന ഒരു ശങ്ക അവർക്ക് തോന്നി. എന്നിട്ട് അവർ അള്ളാൻ്റെ റസൂലിനോട് ചോദിച്ച്, പറ്റുമോ എന്ന് ചോദിച്ച്. ഭർത്താക്കന്മാരുണ്ട്, തടവുകാരായിട്ട് ഭർത്താക്കന്മാരും കൂടെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ ഭാര്യമാരായിട്ടുള്ള സ്ത്രീകളെ നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ തടവുകാരായി കിട്ടിയതുകൊണ്ട് നമുക്ക് ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ എന്നാണ് ആ കാട്ടറബികൾ അള്ളാൻ്റെ റസൂലിനോട് സംശയം ചോദിച്ചത്. അപ്പോഴാണ് അള്ളാഹ് ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇഷ്ടം പോലെ കാട്ടിക്കോ, ഭർത്താവൊന്നും പ്രശ്നമല്ല എന്നും പറഞ്ഞിട്ട് ഈ ആയത്തിറക്കി കൊടുത്തത് എന്നാണ് എഴുതി വച്ചിട്ടുള്ളത്. ഇത് ഒരുപാട് രേഖകളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പറയാൻ ആരും മടിച്ചിട്ടില്ല. നമ്മളെ മാനി മൗലവിയും മറ്റേ മൗലവിയും ഒക്കെ അത് വളരെ ചെറിയ തോതിൽ വെള്ളം ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് ഈ മതം പഠിച്ചോണ്ടാക്കിയ മതമാണെന്ന്, ലോകാവസാനം വരേക്കുള്ള മതമാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, മദ്യവും മയക്കുമരുന്നൊന്നുമല്ല മനുഷ്യൻ്റെ മസ്തിഷ്കത്തെയും മനുഷ്യനിലെ മനുഷ്യത്വത്തെയും മരവിപ്പിച്ച് കളയുന്ന വിഷം എന്ന് പറയുന്നത് മതമാണ്. ആ മതം വിശ്വാസം എന്ന ലഹരി ബാധിച്ച്, വിഷം ബാധിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്താശക്തി മാത്രമല്ല, നിങ്ങളുടെ മനുഷ്യത്വം, സാമാന്യവും സഹജവുമായ നിങ്ങളുടെ മനുഷ്യത്വം പോലും മരവിച്ചു പോയിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമേ ഇതൊക്കെ വായിച്ചിട്ടും നിങ്ങൾക്ക്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്ക് ഈ മതം വിശ്വസിക്കാൻ കഴിയുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ അർത്ഥം അതാണ്. അന്നത്തെ അറബികൾക്ക് തോന്നി ഇത് ശരിയല്ല എന്ന്. ഭർത്താവും ഭാര്യയും കൂടെ തടവുകാരായി പിടിക്കപ്പെടുമ്പോൾ ആ ഭർത്താവിൻ്റെ മുമ്പിലിട്ട് ആ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നത് എന്തോ ഒരു നെറികേടല്ലേ എന്ന് ആ പാവങ്ങൾ പോലും ശങ്കിച്ചു എന്നാണ്. അപ്പോഴാണ് അള്ളാഹ് അതിലൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആയത്തിറക്കി കൊടുക്കുന്നത്. അപ്പോൾ അള്ളാഹ് ആയത്തിറക്കിയ അള്ളയും ആയത്തിറക്കാൻ വേണ്ടി തൊള്ള വാടക കൊടുത്ത റസൂലും അന്നത്തെ കാട്ടറബികളുമായിട്ട് നിങ്ങൾ ധാർമ്മികമായിട്ടൊന്ന് താരതമ്യം ചെയ്താൽ ആർക്കാണ് ധാർമ്മികത കൂടുതലുള്ളത്? അള്ളാഹ്ക്കും റസൂലിനും അല്ല. അവരെക്കാൾ ധാർമ്മികത അന്നത്തെ കാട്ടറബികളായ സാധാരണ മനുഷ്യർക്കുണ്ടായിരുന്നു എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? ഇതൊക്കെ ഒരു ദൈവം പറയുമോ? അടിമത്വം അങ്ങേയറ്റത്തെ തെറ്റാണെന്ന് നമ്മളിന്ന് മനസ്സിലാക്കുന്നു. അടിമത്വത്തിലൂടെയുള്ള ലൈംഗിക ചൂഷണം അതിനേക്കാൾ ഭീകരമായ തെറ്റാണെന്ന് നമ്മൾക്കിന്നറിയാം. ഭർത്താവുള്ള സ്ത്രീകളെ പോലും ബലാത്സംഗം ചെയ്യാൻ അനുവാദം കൊടുക്കുന്നു ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ആ ദൈവത്തിൻ്റെ ഒരു സംസ്കാരവും സദാചാരവും? അതാണ് ഈ ആയത്തിലുള്ള ഒരു വിഷയം. ഇനി രണ്ടാമത്തെ വിഷയം ഇതിൽ പറയുന്ന പ്ലഷർ സെക്സ് എന്ന് പറയുന്ന ഏർപ്പാടാണ്, മുത്തുക എന്ന് പറയുന്ന ഏർപ്പാടാണ്. ഈ ആയത്തിന് ഖുർആൻ പണ്ഡിത ലോകത്ത് ആയത്തുൽ മുത്തുക എന്നാണ് പേര്. ഈ 4:24 ആയത്തിൻ്റെ പേര് തന്നെ ആയത്തുൽ മുത്തുക എന്നാണ്. ഇതിനകത്ത് മുത്തുകയെക്കുറിച്ചാണ് പറയുന്നത്. ഇബ്നു അബ്ബാസ് തന്നെ അത് പറയുന്നുണ്ട്, ഇത് മുത്തുകയുടെ ആയത്താണ് എന്ന്. നോക്കൂ, ഇറ്റ് ഈസ് ആൾസോ സെഡ് ദാറ്റ് ദിസ് മീൻസ് സോ ദാറ്റ് യു ബൈ വിത്ത് യുവർ വെൽത്ത് ക്യാപ്റ്റീവ്സ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൈസ കൊടുത്ത് നിങ്ങൾ യുദ്ധത്തടവുകാരായ അടിമ സ്ത്രീകളെ വാങ്ങുക എന്നാണ് ഒരഭിപ്രായം. 2, ആൻഡ് ഇറ്റ് ആൾസോ സെഡ് ദാറ്റ് ദിസ് മീൻസ് സോ ദാറ്റ് യു ഷുഡ് സീക്ക് വിത്ത് യുവർ മണി മാരിയിങ് വിമൻ ഫോർ ആൻ എഗ്രീഡ് പീരിയഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രം നിങ്ങൾ പൈസ കൊടുത്ത് സ്ത്രീകളെ കല്യാണം കഴിക്കുന്നതിനാണ് ഈ ആയത്തിൽ പറയുന്നത് എന്നാണ് ഇബ്നു അബ്ബാസ് ഇവിടെ പറയുന്നത്. ഇത് ഇബ്നു അബ്ബാസ് മാത്രമല്ല, തബരി പറഞ്ഞിട്ടുണ്ട് ഇത് ആയത്തിൽ മുത്തുകയാണെന്ന്, സമക്ഷരി പറഞ്ഞിട്ടുണ്ട്, നവവി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പല മുഫസ്സിറുകളും ഈ ആയത്ത് മുത്തുകയെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അടിമ പെണ്ണുങ്ങളെ പൈസ കൊടുത്ത് വാങ്ങുന്ന കാര്യമാണ് എന്ന് പറഞ്ഞവരും ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞത്. എന്നാൽ നമ്മളെ ഇന്നത്തെ മുഫസ്സിറുകൾ ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇത് കല്യാണം കഴിക്കുന്ന കാര്യമാണ് എന്ന് നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്.
പക്ഷേ ഇത് കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എങ്കിൽ എന്താണ് ഈ കല്യാണം എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. എന്താ ഇതിൽ പറയുന്നത്? ഞാൻ ആയത്തൊന്നുകൂടെ വായിക്കാം. മറ്റുള്ളവരുടെ വിവാഹബന്ധത്തിലിരിക്കുന്ന സ്ത്രീകളും നിഷിദ്ധരാണ്, അടിമ സ്ത്രീകൾ ഒഴികെ. അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച നിയമമാണ് അത്. ഇവർക്ക് പുറമെയുള്ള സ്ത്രീകളെ നിങ്ങൾ പണം കൊടുത്ത് ആഗ്രഹിക്കുന്നത് അനുവദിച്ചു തന്നിരിക്കുന്നു. ഈ പറഞ്ഞ ലിസ്റ്റിൽ, ഇപ്പോൾ കഴിഞ്ഞ ആയത്തിലും ഈ ആയത്തിലും ഒക്കെ പറഞ്ഞ ആ ഒരു ലിസ്റ്റിൽ പെടാത്ത സ്ത്രീകളെ പണം കൊടുത്ത് ആഗ്രഹിക്കൽ നിങ്ങൾക്ക് അനുവദനീയമാണ്. എന്നാൽ നിങ്ങൾ വിടന്മാരാകരുത്, വ്യഭിചാരം ചെയ്യുന്നവരാകരുത്, മറിച്ച് നിങ്ങൾ പരിശുദ്ധരായിരിക്കണം. എന്ന് വെച്ചാൽ തനി വ്യഭിചാരം എന്ന നിലക്ക്, വേശ്യാവൃത്തി എന്ന നിലക്ക് ആവരുത്. ഒരു കല്യാണം എന്ന പോലെ നിങ്ങൾക്ക് ഹലാലായ ഒരു ഏർപ്പാടിലൂടെ, ഒരു കരാറിലൂടെ ഏതാനും ദിവസത്തേക്കോ ഒരു രാത്രിക്കോ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ പൈസ കൊടുത്ത് പെണ്ണുങ്ങളെ വാങ്ങിക്കൊണ്ടുപോകാം എന്നാണ് പറയുന്നത്. അങ്ങനെ ആ സ്ത്രീകളിൽ നിന്ന് സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിശ്ചയിച്ച പൈസ കൊടുക്കണം. അപ്പോൾ ഒരു പെണ്ണുമായിട്ട് ഒരു കരാറുണ്ടാക്കുന്നു. ഇപ്പോൾ നമ്മൾ തായ്ലൻഡിലൊക്കെ പോയാൽ കാണാം, റോട്ടിൽ നിന്നിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ കരാർ പറയുന്നത്, ഇത്ര ബാത്ത് ഇത്ര ഡോളർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കരാർ ഉറപ്പിച്ചിട്ട് വിളിച്ചുകൊണ്ടുപോയിട്ട് സുഖം എടുത്തതിന് ശേഷം ആ കരാർ അനുസരിച്ചുള്ള പൈസ കൊടുക്കുക. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്, ഹലാലായ പ്രോസ്റ്റിറ്റ്യൂഷൻ, വേറൊന്നുമല്ല. എന്നാൽ മഹറിൻ്റെ സംഖ്യ നിർണയിച്ച ശേഷം നിങ്ങൾ പരസ്പരം ആലോചിച്ച് തൃപ്തിപ്പെട്ട് തീരുമാനമെടുക്കുന്ന പക്ഷം നിങ്ങൾക്കതിൽ കുറ്റമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ ഒരു കരാർ ഉറപ്പിച്ച് ഇത്ര ഉറുപ്പ്യക്ക് ഒരു രാത്രിക്ക് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി സുഖമെടുത്ത് കഴിഞ്ഞപ്പോൾ രണ്ടാക്കും അത് തന്നെ മതി, തോനെ പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഇനി പകുതി പൈസ തന്നാൽ മതി എന്ന് പെണ്ണ് പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അങ്ങനെയും നടത്തിക്കോ എന്ന്. കരാർ അനുസരിച്ച് പൈസ കൊടുക്കണം. പക്ഷേ പെണ്ണിന് തൃപ്തിയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാക്കും കൂടെ ആ കരാറിൽ നിന്ന് മാറിയിട്ട് സംഖ്യ കുറച്ചിട്ടോ അല്ലെങ്കിൽ കൂട്ടിയിട്ടോ ഒക്കെ കൊടുക്കാം, അതിനും കുഴപ്പമില്ല. അപ്പോൾ ഒരു പെണ്ണിനെ പൈസ കൊടുത്ത് ആഗ്രഹിക്കുന്നതിൽ കുഴപ്പമില്ല. അങ്ങനെ വിളിച്ചുകൊണ്ടായിട്ട് സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സുഖം അനുഭവിച്ചതിന് നിങ്ങൾ കരാറനുസരിച്ചുള്ള പൈസ കൊടുക്കണം. സുഖം അനുഭവിച്ചതിന് ശേഷം ഈ ആ കരാറിൻ്റെ കാര്യത്തിൽ രണ്ടാക്കും കൂടെ പരസ്പര ധാരണയിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ അങ്ങനെ വരുത്തും ചെയ്യാം. പെണ്ണിന് സംഗതിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടുതൽ സന്തോഷമായി അവൾ പൈസ എത്ര വേണ്ടെന്ന് പറയുകയാണെങ്കിൽ കുറഞ്ഞ പൈസ കൊടുത്തിട്ട് കൊടുക്കാം. അതല്ല ഇയാൾക്ക് ഇത് കൂട്ടിക്കൊണ്ടായിട്ട് കൂടുതൽ സന്തോഷം തോന്നി ഇവൾക്ക് കരാറിനെക്കാട്ടിൽ കുറച്ച് കൂടുതൽ കൊടുക്കണം എന്ന് തോന്നിയാൽ അങ്ങനെയും കൊടുക്കാം. ഇതാണ് പടച്ചോൻ പറഞ്ഞു തരുന്ന സദാചാരം. ഈ ആയത്തിൽ മുത്തുക എന്നാണ് പേര്. ഇത് മുത്തുകയാണ് എന്നും ഇതിങ്ങനെ പ്ലഷർ സെക്സിന് വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ പൈസ കൊടുത്തിട്ട് കൊണ്ട് സുഖം അനുഭവിക്കുന്ന ഏർപ്പാടാണ് എന്നും തബരി പറഞ്ഞിട്ടുണ്ട്, സമക്ഷരി പറഞ്ഞിട്ടുണ്ട്, നവവി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു അബ്ബാസും പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തിലുള്ളത്. ഇനി എന്താണ് മുത്തുക? നമുക്ക് ഈ മുത്തുകേൻ്റെ കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ മുത്തുകയെക്കുറിച്ച് ഒരു വെബ്സൈറ്റിൽ ഇസ്ലാമിക മതപണ്ഡിതന്മാരോട് ചോദ്യം ചോദിച്ചപ്പോൾ അവർ കൊടുത്ത ഒരു ആൻസറാണ്, ഞാനിത് ഇന്നലെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ആൻസറാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണിത്. ഇവിടെ ആയത്ത് കൊടുത്തിട്ടുണ്ട്. ആയത്തിൻ്റെ പരിഭാഷ കൊടുത്തതിന് ശേഷം പറയുകയാണ്, ആസ് ഐ സെർച്ച്ഡ് ദെയർ ആർ 2 ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ദിസ് വേഴ്സ്. 2 വ്യാഖ്യാനങ്ങളാണ് ഈ ഖുർആൻ വാക്യത്തിന് ഞാൻ കണ്ടുപിടിച്ചത്. 1 ഇൻ്റർപ്രറ്റ്സ് ദ വേഴ്സ് ടു ബി അബൌട്ട് പെർമനൻറ്റ് മാരേജ്. ഇത് സ്ഥിരമായ സാധാരണ മാരേജിനെക്കുറിച്ച്, കല്യാണത്തെക്കുറിച്ച് തന്നെയാണ് എന്നാണ് ഒരു വ്യാഖ്യാനം. ആൻഡ് 1 ഇൻ്റർപ്രറ്റ്സ് ടു ബി അബൌട്ട് ടെമ്പററി മാരേജ്, മുത്തുക. തഫ്സീർ കബീർ ഓഫ് തബരി, കഷാഫ് അൽ സമക്സരി ആൻഡ് സർഹ് എക്സ്പ്ലനേഷൻ ഓഫ് സഹീഹ് മുസ്ലിം ബൈ നവവി. അപ്പോൾ സഹീഹ് മുസ്ലിമിൻ്റെ വ്യാഖ്യാനമായി ഇമാം നവവി എഴുതിയിട്ടുള്ളതിലും തബരിയുടെ ഖുർആൻ തഫ്സീറിലും സമക്ഷരിയുടെ കഷാഫ് എന്ന ഖുർആൻ തഫ്സീറിലും ഇത് ടെമ്പററി മാരേജ് എന്ന മുത്തുക എന്ന ഏർപ്പാടിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ ആൻസർ കൊടുക്കുന്നത് മതപണ്ഡിതൻ. ഇത് സുന്നികളും ഷിയാക്കളും തമ്മിലുള്ള വലിയൊരു തർക്കം ഉള്ള ഏരിയയാണ് ഈ മുത്തുക. ഈ ആയത്ത് മുത്തുക നിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന കുറേ ഹദീസുകളാണ് പല ഹദീസ് ഗ്രന്ഥങ്ങളിലും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ അതേ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സഹീഹ് മുസ്ലിം അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇത് നബിയുടെ കാലത്ത് നിരോധിച്ചിട്ടില്ല എന്നും അബൂബക്കറിൻ്റെ കാലത്തും നിരോധിച്ചിട്ടില്ല എന്നും, ആ 2 കാലത്തും നബിയുടെയും ഖലീഫ അബൂബക്കറിൻ്റെയും കാലത്ത് ഞങ്ങൾ ഒരു പിടി ഗോതമ്പ് അല്ലെങ്കിൽ ഒരു പിടി കാരക്ക പ്രതിഫലമായി കൊടുത്തുകൊണ്ട്
സുഖമനുഭവിക്കാറുണ്ടായിരുന്നു, ഏതാനും രാത്രികൾ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ സുഖമനുഭവിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്ന ഹദീസ് പലതവണ സഹീഹ് മുസ്ലിമിൽ ആവർത്തിച്ച് കൊടുത്തിട്ടുണ്ട്. സഹീഹ് മുസ്ലിം 1405 ബുക്ക് നമ്പർ 16 ഹദീസ് 19. ഇത് sunna.com നിന്ന് എടുത്ത ഹദീസാണ്. വി കോൺട്രാക്റ്റഡ് ടെമ്പററി മാരേജ് ഗിവിങ് എ ഹാൻഡ്ഫുൾ ഓഫ് ഡേറ്റ്സ് ഓർ ഫ്ലോർ ആസ് എ ഡോവർ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് അള്ളാഹ്സ് മെസ്സഞ്ചർ ആൻഡ് ഡ്യൂറിങ് ദ ടൈം ഓഫ് അബൂബക്കർ അണ്ടിൽ ഉമർ ഫോർബേഡ് ഇറ്റ് ഇൻ ദ കേസ് ഓഫ് അംർ ബിൻ ഹുറൈസ്. അപ്പോൾ ആരാണ് മുത്തുക നിരോധിച്ചത്? ഈ ഹദീസ് അനുസരിച്ച് ഉമ്മറാണ് നിരോധിച്ചത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്തും അബൂബക്കർ ഖലീഫയുടെ കാലത്തും ഒരു പിടി കാരക്ക കൊടുത്തിട്ടോ ഒരു പിടി ധാന്യം കൊടുത്തിട്ടോ മൂത്തുക ചെയ്യാനുള്ള അനുവാദമുണ്ടായിരുന്നു, ഞങ്ങളങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്ന ഹദീസ് സഹീഹ് മുസ്ലിമിൽ നിന്ന് ഉദ്ധരിച്ചതാണ് ഇപ്പോൾ ഈ വായിച്ചത്. നബിയുടെ കാലത്ത് ഇത് അനുവദിച്ചിരുന്നു എന്നും അത് പിന്നീട് ഹജ്ജത്തുൽ വദാഇൽ, അതായത് നബിയുടെ അവസാനത്തെ ഹജ്ജിലെ വിടവാങ്ങൽ പ്രസംഗത്തിൽ നബി നിരോധിച്ചു എന്നും പറയുന്ന ഹദീസുകളുണ്ട്. മക്ക വിജയത്തിൻ്റെ സമയത്ത് നബി ഇത് അനുവദിച്ചിരുന്നു എന്ന് പറയുന്ന ഹദീസുണ്ട്. ഖൈബറിൻ്റെ സമയത്ത് നബി ആദ്യം അനുവദിച്ചു പിന്നെ നിരോധിച്ചു എന്ന് പറയുന്ന ഹദീസുണ്ട്. അങ്ങനെ നബി തന്നെ നിരോധിച്ചു എന്ന് പറയുന്ന കുറേ ഹദീസുകളുണ്ട്. അതേ സമയത്ത് നബി നിരോധിച്ചിട്ടില്ല, അബൂബക്കറും നിരോധിച്ചിട്ടില്ല, ഉമ്മറാണ് നിരോധിച്ചത് എന്ന് പറയുന്ന ഹദീസാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഈ ആയത്ത് മുത്തുകയെക്കുറിച്ചുള്ള ആയത്താണ് എന്ന് ഇപ്പോൾ സുന്നികളുടെ തഫ്സീറുകളിൽ തന്നെ നമ്മൾ കണ്ടു. സുന്നികളും ഷിയാക്കളും അംഗീകരിക്കുന്ന തഫ്സീറാണ് തബരിയുടെ തഫ്സീർ കബീർ, അതിലും പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള ഒരു പ്രധാന തർക്കം എന്ന് പറയുന്നാൽ അള്ളാഹു അനുവദിച്ച ഒരു കാര്യം, ഇതിൽ വേറെ ചില ഹദീസുകളിൽ ഇത് അള്ളാഹു തന്നെ നിരോധിച്ചു എന്ന് ഹജ്ജത്തുൽ വദാഇൻ്റെ സമയത്ത് നബി പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഇത് നിരോധിച്ച ആയത്ത് കാണണം ഖുർആനിൽ. അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലില്ല. അതൊക്കെ ഇനി ആട് നിന്ന കൂട്ടത്തിൽ പോയതാണോ എന്നറിയില്ല. ഇവിടെ നബി ഇത് നിരോധിച്ചിട്ടില്ല എന്നും അബൂബക്കറിൻ്റെ കാലത്ത് ഇതുണ്ടായിരുന്നു എന്നും ഉമ്മറാണ് നിരോധിച്ചത് എന്നും പറയുന്ന ഹദീസും ഖുർആനിൽ ഇത് അനുവദിക്കുന്ന 424 ആയത്തും വെച്ചുകൊണ്ട് ഷിയാക്കൾ ആരോപിക്കുന്നത് അള്ളാഹു ആയത്തിറക്കി അനുവദിച്ച ഒരു കാര്യം നിരോധിക്കാൻ ആരാണ് ഉമ്മർ എന്നാണ്. അള്ളാഹുവിൻ്റെ ആയത്ത് നസ്ഖ് ചെയ്യാനും ക്യാൻസൽ ചെയ്യാനും ആരാണ് ഉമ്മറിന് അധികാരം കൊടുത്തത് എന്ന വളരെ പ്രസക്തമായ ചോദ്യമാണ് ഷിയാക്കൾ ചോദിക്കുന്നത്. അതല്ലെങ്കിൽ അള്ളാഹു ഈ ആയത്ത് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് വന്ന ആയത്ത് ഖുർആനിൽ കാണണം. അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലില്ല. എന്നാൽ സുന്നികളിത് ഉരുണ്ട് മറിഞ്ഞ് ഇത് മുത്തുകയുടെ ആയത്തേ അല്ല, ഇത് സാധാരണ കല്യാണത്തിൻ്റെ ആയത്താണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ഈ ആയത്തിൻ്റെ വാക്യഘടന വെച്ച് തന്നെ പൊളിയും ചെയ്യും. ഇവിടെ സുഖെടുത്തോളി, നിങ്ങൾ പൈസ കൊടുത്ത് നിങ്ങൾ ആഗ്രഹിച്ചോളി, എന്നിട്ട് കൊണ്ട് സുഖെടുത്തോളി, സുഖെടുത്തതിന് ശേഷം നിങ്ങൾ പൈസ കൊടുത്തോളിയും, പിന്നെ രണ്ടാൾക്കും സമ്മതമാണെങ്കിൽ നിങ്ങൾ പൈസ കുറക്കും ചെയ്തോളി എന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ഒരു ഏർപ്പാടിനാണോ ഇസ്ലാമിൽ വിവാഹം എന്ന് പറയുക? അങ്ങനെ ഒരു വിവാഹം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇസ്ലാമിൽ? അതാണ് വിവാഹമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിൽ വിവാഹം എന്ന് പറഞ്ഞ സാധനമില്ല. എല്ലാ വിവാഹവും ഇതുപോലെയുള്ള പൈസ കൊടുത്തുള്ള വ്യഭിചാരം തന്നെയാണ്, വേശ്യാവൃത്തി തന്നെയാണ്. ഒരു പെണ്ണിനെ സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ടിരുന്നു, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നു എന്നതും താൽക്കാലികമായി വാങ്ങിക്കൊണ്ടിരുന്നു, താൽക്കാലിക ഉപയോഗം കഴിഞ്ഞിട്ട് ആ പറഞ്ഞ പീരീഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിരിഞ്ഞു പോകുന്നു എന്നത് രണ്ടും ഒരേപോലെയുള്ള ഏർപ്പാട് തന്നെയാണ്. പൈസ കൊടുക്കുന്നു, ദീർഘകാലത്തേക്ക് കുറച്ച് കൂടിയ പൈസ കൊടുത്തിട്ട് വാങ്ങുന്നു, ഷോർട്ട് ടേമിലേക്ക് കുറഞ്ഞ കാലത്തേക്ക് കുറച്ച് പൈസ കൊടുത്ത് വാങ്ങുന്നു, എന്നിട്ട് വ്യഭിചരിച്ച് പറഞ്ഞയക്കുന്നു. ഇതാണോ ഇസ്ലാമിലെ വിവാഹം? ആണെങ്കിൽ ഓക്കെ, ഇത് വിവാഹത്തെക്കുറിച്ചുള്ള ആയത്താണ്. അതല്ല എങ്കിൽ ഇത് ആയത്തുൽ മുത്തുകയാണ്. മുത്തുക എന്ന വാക്കിന് സുഖം അനുഭവിക്കുക എന്നാണ്, പ്ലഷർ സെക്സ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് കൊടുത്തിട്ടുള്ളത്. സുഖാസ്വാദനത്തിന് വേണ്ടി സെക്സ് ചെയ്യുക, അല്ലാതെ കുടുംബം ഉണ്ടാക്കാനും കൂട്ടുകളുണ്ടാക്കാനും അല്ല, സുഖിക്കാൻ വേണ്ടി സെക്സ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഏർപ്പാട്. അതിന് അള്ളാഹും റസൂലും അനുവാദം കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ഇതനുസരിച്ച് നമ്മുടെ മുസ്ലിം വ്യക്തി നിയമത്തിൽ, ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമത്തിൽ പോലും ഈ മുത്തുക ഹലാലാണ്. ഇവിടെ ഹൈദരാബാദിലും കോഴിക്കോടും ഒക്കെ അറബികൾ വന്നിട്ട്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അറബികൾ വന്നിട്ട് ഇതുപോലെ അവർ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന റൂമിൽ അവർ താമസിച്ച് തിരിച്ചു പോകുന്നത് വരെ അവരെ കൂടെ കിടക്കാൻ പാവപ്പെട്ട കടപ്പുറത്തൊക്കെ ഉള്ള പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ അച്ഛനമ്മമാർ ഈ അറബികൾക്ക് ഈ നിയമപ്രകാരം പൈസക്ക് വിറ്റിരുന്നു.
അതാണ് അറബി കല്യാണം എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ കുപ്രസിദ്ധമായിട്ടുള്ള ഏർപ്പാട്. പിന്നീട് അതിന് കുറച്ച് കർശനമായ നിയമങ്ങളൊക്കെ നടപ്പിലാക്കി തുടങ്ങിയപ്പോൾ അറബികൾ വന്ന് ഈ ഏർപ്പാട് നിർത്തി. ഹൈദരാബാദിലും കോഴിക്കോടൊക്കെ അതിൻ്റെ കേന്ദ്രമായിരുന്നു, ബോംബെയിലൊക്കെ അറബികൾ വരിക, എന്നിട്ട് പാവപ്പെട്ട കുട്ടികളെ ഇതുപോലെ തുച്ഛമായ പൈസക്ക് വാങ്ങിയിട്ട് അവരോടൊപ്പം കഴിയുക. എന്നിട്ട് അവർ തിരിച്ചു പോകുന്ന സമയത്ത് അവർ തിരിച്ചു പോകും. പല പെൺകുട്ടികളും അങ്ങനെ ഈ അറബികളിൽ നിന്ന് ഗർഭിണികളായി അറബികളുടെ കുട്ടികളെ അനാഥ കുട്ടികളായി പിന്നീട് വളർത്തേണ്ടി വന്ന അനുഭവവും നമ്മുടെ നാട്ടിലുണ്ട്. ഇസ്ലാം അനുവദിച്ചതാണിത്, ഖുർആൻ അനുവദിച്ചതാണിത്, അള്ളാഹു ആകാശത്ത് നിന്ന് ആയത്തിറക്കി അനുവദിച്ചതാണ് ഈ രണ്ട് തോന്നിയാസം. ഭർത്താവുള്ള പെണ്ണിനെ അടിമപ്പെണ്ണാണെങ്കിൽ ഭോഗിച്ചോ എന്ന് പറയുന്ന തോന്നിയാസവും പൈസ കൊടുത്ത് പെണ്ണിനെ വ്യഭിചരിച്ചോളൂ കുഴപ്പമില്ല എന്ന് പറയുന്ന തോന്നിയാസം, ഈ രണ്ട് തോന്നിയാസവും ഉൾക്കൊള്ളുന്ന വാക്യമാണ് 4:24. ഇത് പടച്ചോൻ ഇറക്കിയതാണെങ്കിൽ ആ പടച്ചോൻ എന്താ ചെയ്യേണ്ടത്? ആ പടച്ചോൻ ഇരിക്കുന്ന ആകാശത്തിൻ്റെ മേലേക്കാണ് ശരിക്കും മിസൈൽ വിടേണ്ടത്, അല്ലാതെ ഇസ്രായേലിക്കും ഇറാനിക്കുമല്ല. ഈ ആയത്ത് ഇതിനെക്കുറിച്ചാണ് എന്ന് തെളിയിക്കുന്ന മറ്റൊരു ഹദീസാണിത്. സഹീഹ് മുസ്ലിം 1404. We were on an expedition with Allah's messenger and we had no women with us. We said, should we not have ourselves castrated? He, the prophet, forbade us to do so. He then granted us permission that we should contract temporary marriage for a stipulated period, giving her a garment. And Abdullah then recited this verse: those who believe do not make unlawful the good things which Allah has made lawful for you, and do not transgress. Allah does not like transgressors. ഖുറാനിലെ 5:87, ഖുറാനിലെ അള്ളാഹു അനുവദിച്ചത് നിങ്ങൾ നിരോധിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ആയത്ത് ഓതിക്കൊണ്ട് അബ്ദുള്ള അതിനെ ശരിവെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അള്ളാഹു അനുവദിച്ചതാണ് എന്ത്? ഈ മുത്തുക അള്ളാഹു അനുവദിച്ചതാണ് എന്ന് ഈ ഖുർആൻ വാക്യത്തിലൂടെ വ്യക്തമാണ്. അത് തന്നെയാണ് ഇവിടെ ഹദീസിലും പറയുന്നത്. അള്ളാഹു അനുവദിച്ച ഒരു കാര്യം നബി അനുവദിച്ചു, അങ്ങനെ ഞങ്ങൾ ചെയ്തു. ഇവിടെ ചോദിക്കുന്നത് എന്താണ്? പെണ്ണുങ്ങളില്ലാതെ യുദ്ധത്തിന് പോയ സമയത്ത് ആണുങ്ങൾ നബീനോട് വന്ന് പറയുന്നത് ഞങ്ങൾ വൃഷണം ഉടച്ചിട്ട് ശണ്ഡീകരിച്ചോട്ടെ എന്ന്, അല്ലാത്തപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക, ഞങ്ങൾക്ക് പെണ്ണുങ്ങളെ കിട്ടണില്ലല്ലോ എന്ന് പരാതി പറഞ്ഞപ്പോൾ അപ്പോൾ നബി നിങ്ങൾ തൽക്കാലം വല്ലതൊക്കെ കൊടുത്ത് ഇവിടെയൊക്കെ കിട്ടുന്ന പെണ്ണുങ്ങളെ പോയിട്ട് ശരിയാക്കിക്കോ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇങ്ങനെ സെക്സ് ചെയ്യാൻ അനുവാദം കൊടുത്തു, പൈസ കൊടുത്തിട്ട് സെക്സ് ചെയ്യാൻ അനുവാദം കൊടുത്തു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞങ്ങളിത് മുറിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഭീഷണിപ്പെടുത്തി നബീൻ്റെ അടുത്ത് വന്നിട്ട്, അപ്പോഴാണ് അതിന് അനുവാദം കൊടുത്തത്. ഇതൊക്കെ ഒരു മതമാണ്, ഇതൊക്കെയാണ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ വായിച്ചിട്ടാണ് ഈ മതം പഠിക്കുന്നത് നമ്മളെ വല്ലാക്കന്മാരും കുട്ടികളും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ സമൂഹത്തിൽ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ധാർമ്മികത ഉണ്ടാവുകയെന്ന്. ധാർമ്മികത എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആൾക്കാർക്ക് ആകെ കൂടി ഈ ഒരു അരക്ക് ചുറ്റുമുള്ള കാര്യമുള്ളൂ, വേറൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇത്രയും വിശദമായിട്ട് ഖുർആനിലും ഹദീസിലും വരുന്നത്. കാരണം മൂപ്പർക്ക് താല്പര്യമുള്ള ഒരു വിഷയം ഇതായിരുന്നു, അത് തന്നെയാണ് ഇതിനകത്ത് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. ധാർമ്മികത എന്ന് പറഞ്ഞാൽ അപ്പോൾ സെക്സിലേക്കാണ് നമ്മുടെ ഇസ്ലാമിൻ്റെ സംരക്ഷകർ ചാടുക. അതിന് കാരണം ഇതാണ്. ഈ ഒരു പ്രാകൃത സമൂഹത്തിൽ ഇതിൽ മാത്രം താല്പര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തി അയാളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കി വെച്ച വഷളത്തരങ്ങളാണ് ഈ മതത്തിലുള്ളത് മുഴുവൻ. ഇബ്നു കസീറും ഇത് മുത്തുകയെക്കുറിച്ചുള്ള ആയത്താണ് എന്ന് പറയുന്നുണ്ട്. ഇതാ നോക്കൂ, ദിസ് വേഴ്സ് was revealed about the Mutwa marriage. A Mutwa marriage is a marriage that ends upon a predetermined date. മുത്തുക മാരേജിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ ഫമസ്തംതഅ്തും എന്നാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ. ഇസ്തംതഅ്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുത്തുക ചെയ്യുക, നിങ്ങൾ സുഖം അനുഭവിക്കുക. നിങ്ങൾ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിശ്ചയിച്ച കൂലി കൊടുക്കുക. വആതൂഹുന്ന ഉജൂറഹുന്ന, ഉജൂർ എന്ന് പറഞ്ഞാൽ കൂലി. നിങ്ങൾ കൊണ്ടുപോയിട്ട് സുഖം അനുഭവിച്ചിട്ട് ആ അനുഭവിച്ചതിൻ്റെ കൂലി അങ്ങോട്ട് കൊടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. മക്ക വിജയത്തിൻ്റെ ദിവസം പ്രവാചകൻ അനുയായികളോട് പറഞ്ഞു എന്ന് പറയുന്ന കാര്യമാണിത്. ഇബ്നു കസീർ ഉദ്ധരിച്ചതാണ്. ഡ്യൂരിങ് ദ കോൺക്വസ്റ്റ് ഓഫ് മക്ക ആൻഡ് ദ പ്രോഫറ്റ് സെറ്റ്, ഓ പീപ്പിൾ, ഐ അലൗഡ് യു ദ മുത്തുക മാരേജ് വിത്ത് വിമൻ ബിഫോർ. നൗ Allah has prohibited it until the day of resurrection. Therefore anyone who has any women in mutu'a, let them go and do not take anything from what you have given them. അപ്പോൾ മക്ക വിജയത്തിൻ്റെ അന്ന് നബി പറഞ്ഞത് മുത്തുക ഇതുവരെ നിങ്ങൾക്ക് അനുവദിച്ചിരുന്നു,
ഇപ്പോൾ ഇതാ അള്ളാഹു ഇത് നിരോധിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും മൂത്ത പെണ്ണിനെ കൂടെ വെക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ വിട്ടയച്ചോളൂ എന്ന് നബി പറഞ്ഞു എന്നാണ് ഈ ഹദീസിലൂടെ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഷിയാക്കൾ ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ്. കാരണം അള്ളാഹുയാണ് ഇവിടെ നിരോധിച്ചത് എന്ന് നബി അവിടെ പറഞ്ഞെങ്കിൽ അള്ളാഹു നിരോധിച്ച ആയത്ത് എവിടെ? ആ ആയത്ത് ഖുർആനിൽ കാണണ്ടേ? അങ്ങനെ ആയത്തുണ്ടായിരുന്നു, അത് അവിടെ നിന്ന് പോയി എന്ന് പറയുന്ന ഹദീസുകളൊന്നുമില്ല. പക്ഷേ അള്ളാഹു നിരോധിച്ചു എന്ന് മുഹമ്മദിൻ്റെ തൊള്ള കൊണ്ട് മക്ക വിജയ ദിവസം പറഞ്ഞു എന്ന് ഈ ഹദീസിൽ പറയുമ്പോൾ അള്ളാഹു ഇതിന് നിരോധനം ഏർപ്പെടുത്തിയ ആയത്ത് ഖുർആനിൽ കാണണം. അതില്ലാന്ന് മാത്രമല്ല, ഇത് അനുവദിക്കുന്ന ആയത്ത് 4:24 ഖുർആനിൽ അവിടെ കിടപ്പുണ്ട്. ഈ ആയത്ത് അബ്രഗേറ്റഡ് ആണ് എന്ന് ഇബ്നു അബ്ബാസ് എഴുതി വെച്ചിട്ടുമുണ്ട്. അതായത് ഇത് ക്യാൻസൽ ചെയ്തതാണെന്ന്. ഇത് ക്യാൻസൽ ചെയ്തതാണെങ്കിൽ, ഇത് ക്യാൻസൽ ചെയ്തു കൊണ്ട് ആയത്ത് വന്നു എന്ന് നബി പറഞ്ഞതാണ് ശരിയെങ്കിൽ അത് ക്യാൻസൽ ചെയ്തുകൊണ്ട് വന്ന ആയത്ത് എവിടെ? എറിഞ്ഞുകൊല്ലലിൻ്റെ ആയത്ത് പോലെ തന്നെ ക്യാൻസൽ ചെയ്യപ്പെട്ട ആയത്തിനെ ഭദ്രമായി സംരക്ഷിക്കുകയും ക്യാൻസൽ ചെയ്ത ആയത്ത് ആട് കൊണ്ടുപോവുകയും ചെയ്തുവോ? ഈ കാര്യത്തിലും എന്താണ് ഈ പറയുന്നതിൻ്റെയൊക്കെ ഒരു അർത്ഥം? ഇതിൻ്റെയൊക്കെ ഒരു ലോജിക്ക് എന്താണ്? അപ്പോൾ ഇതൊക്കെ ഹദീസുകളൊക്കെ പിന്നീട് എഴുതി ചേർത്തതാവാനാണ് സാധ്യത. കാരണം സുന്നി ഷിയ തർക്കം നമ്മൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. ഷിയാക്കളുടെ എൻസൈക്ലോപീഡിയയിൽ നിരവധി പേജുകളാണ് ഈ മുത്തുകയെക്കുറിച്ച് എഴുതിവിട്ടുണ്ട്. അതിനകത്ത് അവർ പറയുന്നുണ്ട്, ഇത് അള്ളാഹ് നിരോധിച്ചിട്ടില്ല, അള്ളാഹിൻ്റെ കിതാബിൽ ഇതുണ്ട്, ഇത് നിരോധിച്ചത് ഉമ്മറാണ്, ഖലീഫ അബൂബക്കറിൻ്റെ കാലത്തും നബിയുടെ കാലത്തും ഇത് അനുവദിച്ചിരുന്നു എന്ന് പറയുന്ന ഹദീസുകളുണ്ട്, ഉമ്മറാണിത് നിരോധിച്ചത്. അതുകൊണ്ട് ആരാണ് ഉമ്മർ? അള്ളാഹിൻ്റെ ആയത്ത് നിരോധിക്കാൻ ഉമ്മർ ആരാണ് എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ ആ ഒരു തർക്കത്തിൽ സുന്നികളുടെ ആളുകൾ പിന്നീട് അള്ളാഹു തന്നെ അത് നിരോധിച്ചിട്ടുണ്ട്, നബി തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് കള്ള ഹദീസുകൾ എഴുതി വെച്ചതാവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അതല്ലെങ്കിൽ ഖുർആനിൽ അത് കാണണം. ഇനി ഈ മക്ക വിജയ ദിവസം നബി മുത്ത് അനുവദിച്ചിരുന്നു, അങ്ങനെ ഞങ്ങൾ മുത്ത് നടത്തിയിരുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. സഹീഹ് മുസ്ലിം തന്നെ ഉദ്ധരിച്ചിട്ടുള്ള 1406 ഹദീസ് ഇതാ sunna.com കൊടുത്തിട്ടുള്ളത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സബ്ര ഇബ്നു മഹ്ബാദ് റിപ്പോർട്ടഡ് ദാറ്റ് Allah's apostle permitted his companions to contract temporary marriage with women in the year of victory. So I and a friend of mine from Banu Sulaim went out until we found a young woman of Banu Amir who was like a young she camel having a long neck. We proposed her for contracting temporary marriage with us and presented to her our cloaks as dower. She began to look and found me more handsome than my friend, but found the cloak of my friend more beautiful than my cloak. She thought in her mind for a while, but then preferred me to my friend. So I remained with her for 3 nights, and then Allah's messenger commanded us to part with them. അപ്പോൾ മക്ക വിജയ ദിവസം ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ അങ്ങാടി കൂടെ ഇറങ്ങി നടന്നു. അപ്പോൾ ഞങ്ങൾ ഒരു കഴുത്തു നിന്ന പെണ്ണിനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ അവളോട് ടെമ്പററി മാരേജിന് ചോദിച്ചു. 3 രാത്രിക്ക് അവളോട് കച്ചവടം ഉറപ്പിച്ച്. കച്ചവടം ഉറപ്പിക്കാൻ ഞങ്ങളെ രണ്ടാളെയും കയ്യിൽ ഓരോ ടവല്, ഓരോ ക്ലോക്കാണ് ഉണ്ടായിരുന്നത്, ഓരോ തുണി. അപ്പോൾ എൻ്റെ തുണി മോശവും എൻ്റെ ഫ്രണ്ടിൻ്റെ തുണി കുറച്ച് നല്ലതുമായിരുന്നു. അവൾ എന്നെയും എൻ്റെ ഫ്രണ്ടിനെയും ഞങ്ങളുടെ കയ്യിലുള്ള തുണീനെയും ഇങ്ങനെ നോക്കി. അപ്പോൾ നല്ല തുണിയാണ് അവൾക്ക് വേണ്ടതെങ്കിൽ അവൾ എൻ്റെ ഫ്രണ്ടിനെയാണ് സ്വീകരിക്കുക. പക്ഷേ അവൾക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ അവനേക്കാൾ സുന്ദരൻ ഞാനാണ് എന്ന് തോന്നിയതുകൊണ്ട് തുണി മോശമായാലും വേണ്ടില്ല, ഇയാളെ മതി എന്നും പറഞ്ഞിട്ട് അവൾ എന്നെ സ്വീകരിച്ചു. അങ്ങനെ ഞാൻ അവളെയും കൊണ്ടുപോയിട്ട് 3 രാത്രി അവളെയും കൊണ്ട് സൂഹിച്ചു. ഒരു ടവ്വൽ കൊടുത്തിട്ട് 3 ദിവസം അവളെയും കൊണ്ട് സൂഹിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഒരു പിടി കാരക്ക, ഒരു പിടി ഗോതമ്പ്, അല്ലെങ്കിൽ ഒരു ടവ്വൽ, ഒരു തോർത്തുണ്ട്, ഇതൊക്കെ കൊടുത്താൽ 3 ദിവസത്തിനും 4 ദിവസത്തിനൊക്കെ ഒരു പെണ്ണിനെ കിട്ടുമായിരുന്നു. അങ്ങനെ കിട്ടിയാൽ നിങ്ങൾ സുഖിച്ചോളൂ, കുഴപ്പമില്ല എന്ന് അള്ളാഹ് ആയത്ത് ഇറക്കിയിട്ടുണ്ട്. അള്ളാഹിൻ്റെ നബി അനുവാദവും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നിരോധിച്ചു എന്നും പറഞ്ഞിട്ടുള്ള ഒരു കളിയും ഉണ്ട്. അത് ഉമ്മറാണ് നിരോധിച്ചത് എന്നും, അതല്ല നബി തന്നെയാണ് നിരോധിച്ചത് എന്നും, അതല്ല അള്ളാഹ് തന്നെ നിരോധിച്ചിട്ടുണ്ട് എന്നും ഒക്കെ പല കോലത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അള്ളാഹ് നിരോധിച്ചതിൻ്റെ തെളിവ് ഖുർആനിൽ കാണാനുമില്ല. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. എനിക്കിതെല്ലാം കൂടെ വായിച്ചപ്പോൾ, ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഈ ഖുർആൻ ക്ലാസ്സിലൂടെയും അല്ലാത്ത ക്ലാസ്സുകളിലൂടെയും വിശ്വാസികളായ
ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവകാശവാദമാണ് പ്രശ്നം. എടുത്താൽ പൊന്താത്ത തള്ളാണ് ഇസ്ലാമിൻ്റെ ആളുകൾ തള്ളുന്നത്. മനുഷ്യർക്ക് സ്വന്തം യുക്തി കൊണ്ട് ശരിയും തെറ്റൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹ് ആകാശത്ത് നിന്ന് നമുക്ക് ലോകാവസാനം വരെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് ധാർമ്മികത, അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കിതാബ് കെട്ടിയിറക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആ കിതാബിൽ പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ മതി എന്നാണ് തള്ള്. ആ കിതാബിലാണെങ്കിൽ പറഞ്ഞിട്ടുള്ള ഒരു വരി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വരിയിൽ 10 വാക്കുണ്ടെങ്കിൽ ആ 10 വാക്കിനെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസങ്ങളും തല്ലുംപിടിയാണ് നമ്മൾ കാണുന്നത്. ഒന്നിനും ഒരു വ്യക്തതയില്ല. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല 6-ാം നൂറ്റാണ്ടിലെ ഒരു പ്രാകൃത ഗോത്ര സമൂഹത്തിലെ നാടോടികളായ കാട്ടറബികൾ അവരുടെ ജീവിതത്തിൻ്റെ സംസ്കാരമായിട്ടും സദാചാരമായിട്ടും കൊണ്ടു നടന്നിരുന്ന സകലമായ മാലിന്യങ്ങളും വാരിയെടുത്ത് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ചരിത്രവുമായി ബന്ധപ്പെടുത്തി സാമാന്യ യുക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പുസ്തകം പരിശോധിച്ചാൽ ഇത് മനുഷ്യൻ്റെ രചനയാണ് എന്നും ഇതൊരു പ്രാകൃത മനുഷ്യൻ്റെ ഭാവനയാണ് എന്നും ആ മനുഷ്യന് അന്നത്തെ ആളുകളുടെ ഒരു ധാർമ്മിക നിലവാരം പോലും ഉണ്ടായിരുന്നില്ല എന്നും അതാണ് ഇപ്പോൾ ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ നമ്മൾ കാണുന്നത്. ഭർത്താവുള്ള പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്നത് ശരിയാണോ നബിയെ എന്ന് ചോദിക്കാൻ അന്ന് അനുയായികൾക്കിടയിൽ ആളുകളുണ്ടായിരുന്നു. പക്ഷേ അത് കുഴപ്പമില്ല, ശരിയാണ് എന്ന് പറയാനാണ് അള്ളാഹു റസൂൽ ആയത്തിറക്കുന്നത്. അപ്പോൾ ആ കാലത്തെ മനുഷ്യർക്കുണ്ടായിരുന്ന ധാർമ്മിക ബോധം പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ്റെ തലയിൽ നിന്ന് വന്ന ആശയങ്ങളാണ് ഖുർആൻ എന്നതിന് ഇതിൽ പരം തെളിവൊന്നും ചിന്തിക്കുന്ന മനുഷ്യർക്ക് ആവശ്യമില്ല. പക്ഷെ നിർഭാഗ്യകരമായ ഒരു വസ്തുതയാണ് മതം എന്ന വിഷം തലച്ചോറിൽ ഏറ്റുകഴിഞ്ഞാൽ ആ മനുഷ്യന് പിന്നെ ചിന്തിക്കാൻ കഴിയാതെ പോകുന്നു എന്നത്. എത്ര വലിയ വൃത്തികേടാണെങ്കിലും എത്ര വലിയ മാലിന്യമാണെങ്കിലും ചങ്ക് തൊടാതെ വിഴുങ്ങുക എന്നതാണ് മതവിശ്വാസം എന്ന ലഹരി ബാധിച്ച മനോരോഗം ബാധിച്ച മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഭവത്തിലൂടെ കാണുന്നത്. ഈ ഒരു ദുരന്തം ഇല്ലാതാവണമെങ്കിൽ മനുഷ്യർ അല്പമെങ്കിലും ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ ആളുകൾ, നിങ്ങൾ ഈ മുനാഫിക്കുകളായി വിശ്വാസികളായി നടിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ മക്കളെയെങ്കിലും ഈ മതസ്ഥാപനങ്ങളിൽ അയച്ച് ഈ വൃത്തികേടുകൾ പഠിപ്പിക്കാതിരിക്കുക. അവരെങ്കിലും രക്ഷപ്പെടട്ടെ. നിങ്ങളോ ഈ ചളിക്കുഴിയിൽ വീണുപോയി. നിങ്ങളുടെ കുട്ടികളെയെങ്കിലും രക്ഷിക്കാൻ ആ കുട്ടികളെ നിങ്ങൾ ഈ മതപാഠശാലകളിലേക്ക് ഈ ഉസ്താദുമാരുടെ അടുത്തേക്ക് അയക്കാതിരിക്കുക എന്ന ഒരു സാമാന്യമായ നീതിബോധമെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ പുലർത്തണമെന്നാണ് എനിക്കിതിലൂടെ ഈ സമൂഹത്തോട് പറയാനുള്ളത്. അടുത്ത വാക്യം മുതൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.